ചുട്ടുപൊള്ളുന്ന കുംഭമാസ ചൂടേറ്റ് പാടത്ത് പണിയെടുക്കുന്നവരുടെ അടുത്ത് നിൽക്കുകയായിരുന്നു കടയാറ്റുണ്ണിത്താൻ. നിലമൊഴിയുന്ന അവസരത്തിൽ യാദൃച്ഛികമായി തിരിഞ്ഞു നോക്കുമ്പോൾ അതീവ സുന്ദരികളായ ചുവന്ന പട്ട് ധരിച്ച രണ്ട് സ്ത്രീകൾ. അവർ ആരാണെന്നും എന്തിനു വന്നുവെന്നും അറിയാൻ അദ്ദേഹം അവരെ സമീപിച്ചു. തങ്ങൾ കുറച്ചകലെ നിന്ന് വന്നവരാണെന്നും യാത്രാക്ഷീണം മാറ്റുന്നതിന് ഇരിക്കുകയാണെന്നും അവർ പറഞ്ഞു. ഇത് കേട്ട ഉണ്ണിത്താൻ കുലീനത്തും തുളുമ്പുന്ന ഇവർ മനുഷ്യ സ്ത്രീകളോ ദേവതകളോ എന്ന് സംശയിച്ചു. അദ്ദേഹം പെട്ടെന്നൊരു പാലക്കും പൊടിച്ച് അവർക്ക് തണലായി ഊന്നി നിർത്തിയിട്ട് തണലത്തിരിപ്പാൽ തന്റെ ആതിഥ്യം സ്വീകരിക്കണമെന്ന് പറഞ്ഞു. നിലമുഴുന്ന കണ്ടുനിന്ന ഉണ്ണിത്താൻ സ്ത്രീകൾ അപ്രത്യക്ഷമാകുന്നത് കണ്ട് ഭയപ്പെട്ട് കളരിയിലേക്ക് ഓടി. ഇതേ സമയം കളരിമുറ്റത്ത് അതീവ സുന്ദരികളായ രണ്ട് സ്ത്രീകൾ നിൽക്കുന്നത് കണ്ട് ഉണ്ണിത്താന്റെ മാതാവ് ഇട്ടിയമ്മ അവരെ പൂമുഖത്തിരുത്തിയ ശേഷം കരിക്കും പഴവർഗ്ഗങ്ങളും എടുക്കുവാൻ അകത്തേക്ക് പോയി. പാടത്തു നിന്നും വന്ന ഉണ്ണിത്താൻ കാണുന്നത് അപ്രത്യക്ഷരായ സ്ത്രീകളെ കണ്ട് സ്തബ്ധയായി നിൽക്കുന്ന ഇട്ടിയമ്മയെയാണ്. വയൽവരമ്പത്ത് കണ്ടതും കളരിയിൽ കണ്ടതും ഒന്നു തന്നെയെന്ന അനുമാനത്തിൽ നിൽക്കുമ്പോൾ ഞാനിവിടെയുണ്ട്, ഒരാൾ കടക്കലേക്ക് പോയി എന്ന അശരീരിയുണ്ടായി. ഉടൻ തന്നെ ഉണ്ണിത്താന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആൾക്കാർ കടക്കലേക്ക് തിരിച്ചു. അതേസമയം കടക്കല് പണ്ട് പാണ്ടിനാട്ടിൽ വെച്ച് പെൺകുട്ടിയെ നശിപ്പിച്ച് കൊലപ്പെടുത്തിയ കടക്കലിലെ പനയപ്പൻ കടക്കലിലേക്ക് ചരക്കുമായി വരികയായിരുന്നു. അപ്പോൾ കാളവണ്ടിയുടെ പിറകിൽ ഒരു സ്ത്രീ നടക്കുന്നതായി കണ്ടു. താൻ കൂടി കടക്കലേക്കുണ്ടെന്നും കൂട്ടിനാരുമില്ല എന്ന് പറഞ്ഞ സ്ത്രീയെയും കുഞ്ഞിനെയും കടക്കലെത്തി ചരക്കിറക്കിയ ശേഷം രാത്രി കഴിയാൻ ഒരു പീഡിക കെട്ടിടം തരപ്പെടുത്തി കൊടുത്ത് വ്യാപാരി മടങ്ങി. ശേഷം പ്രധാന ശത്രുവായ പനയപ്പനെ നിഗ്രഹിക്കുവാൻ ഇറങ്ങിയ അമ്മ കുഞ്ഞു കയ്യിലുള്ളത് തടസ്സമാകും എന്ന് നിശ്ചയിച്ച് കുഞ്ഞിനെ അരിനിരത്തുംപാറയിൽ ഇരുത്തി. ഞാൻ വന്ന് വിളിക്കും വരെ നീ ഇവിടെയിരിക്കണം എന്ന് കൽപ്പിച്ചുകൊണ്ട് ശത്രു നിഗ്രഹത്തിനായി പുറപ്പെട്ടു. ഇതേസമയം പനയപ്പനെ തിരഞ്ഞ് പീഡിക പരിസരത്തെ അട്ടഹാസങ്ങളിൽ ഭയപ്പെട്ടവർ പീഡികവാതിലിൽ തട്ടിയെങ്കിലും ഒരു പ്രതികരണവും ഉണ്ടായില്ല. അതിനാൽ ധൈര്യശാലിയായ നെട്ടൂർക്കുറുപ്പ് പുരയ്ക്ക് മുകളിൽ കയറി ഓല വലിച്ച് പൊളിച്ച് അകത്തേക്ക് നോക്കി. തത്സമയം തന്നെ നെട്ടൂരിന്റെ കണ്ണിൽ ശൂലം തറയ്ക്കുകയും അട്ടഹാസത്തോടൊപ്പം അകത്ത് കണ്ടത് പുറത്തു പറയരുത് എന്ന ശരീരം